ഞാൻ ജനിച്ച് വളർന്നതും വിദ്യാഭ്യാസം എടുത്തതെല്ലാം പാലക്കാട് ജില്ലയിലുള്ള ചിറ്റൂർ എന്ന ദേശത്താണ്. ചിറ്റൂർ ദേശത്തും പാലക്കാടുമായിട്ടാണ് എൻ്റെ വിദ്യാഭ്യാസം കഴിഞ്ഞത്. എന്നാൽ വിദ്യാഭ്യാസം പഠിക്കുമ്പോഴെല്ലാം, കൊച്ചിൽ പഠിക്കുമ്പോഴെല്ലാം എൻ്റെ ചിന്ത ആത്മീയ വിഷയങ്ങളിലോ അല്ലാതെ പഠന വിഷയങ്ങളൊന്നുമല്ല. കളിക്കുക എന്ന ചിന്ത മാത്രമേ ജീവിതത്തിലുണ്ടായിരുന്നുള്ളൂ. അതുപോലെ പഠനം കഴിഞ്ഞിട്ടും കളി തന്നെയായിരുന്നു താല്പര്യം. പലവിധ കളികൾ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാലും ഇങ്ങനെ പോയാൽ ശരിയാകില്ല എന്ന് എൻ്റെ അമ്മ ഒരു ദിവസം അടുത്ത് പറഞ്ഞു, നീ ജോലി അന്വേഷിക്കാൻ പോകണം. കാരണം പിതാവിന് പല അസുഖങ്ങളാണ്. അത് കാരണം നമ്മുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ പലതുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് രാവിലെ വൈകിട്ടും ഫ്രണ്ട്സുമായിട്ട് കളിച്ച് നടന്നാൽ ശരിയാകില്ല എന്ന് പറഞ്ഞ് എനിക്ക് അത് ബോധ്യപ്പെട്ടു. അവസാനം ഞാൻ ജോലി അന്വേഷിക്കാൻ പോയി. അവസാനം എനിക്ക് പാലക്കാട് ജില്ലയിൽ കഞ്ചിക്കോട് ഭാഗം എല്ലാവർക്കും അറിയാമായിരിക്കും, ഇൻഡസ്ട്രിയൽ ഏരിയയാണ്. അവിടെ അന്വേഷിച്ചപ്പോൾ അവിടെ സേൾ ഇന്ത്യ ലിമിറ്റഡ് എന്ന കെമിക്കൽ കമ്പനിയാണ്. അവിടുത്തെ സ്റ്റോർ സെക്ഷനിൽ എനിക്ക് ജോലി ലഭിച്ചു. പക്ഷേ ജോലി ലഭിച്ചത് പേര് മാത്രമുള്ളൂ. വലിയ കമ്പനിയൊക്കെ ആണെങ്കിലും, വലിയ പത്രാസ് കമ്പനിയൊക്കെ ആണെങ്കിലും പക്ഷേ ശമ്പളമൊന്നുമില്ല, കുറവായിരുന്നു. അവസാനം വീട്ടിൽ ചോദിച്ചിട്ട് വേണം പോകാൻ. അവസാനം അവർക്ക് വിചാരിച്ചതൊന്ന് പാരയായത്ത് തന്നു, ജോലിക്ക് പോകുന്നപ്പോൾ അവർക്ക് പാരയായത്ത് തന്നു എന്നൊരവസ്ഥയിലേക്കായി. എങ്കിലും ആ സമയത്താണ് പിന്നീട് ഒരു മാർക്കറ്റിംഗ് കമ്പനിക്കാരെ എന്നെ സമീപിക്കുകയും അതിൽ ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങി. അതിൽ കയറിയപ്പോഴാണ് എങ്ങനെ പണമുണ്ടാക്കാമെന്ന് പഠിച്ചു. അതിൽ അത്രത്തോളം ആഴത്തിലേക്ക് ആ പഠനം പഠിക്കുകയും മാത്രമല്ല പ്രവർത്തിക്കുകയും ചെയ്തു. ആ കമ്പനിയുടെ ഏറ്റവും ടോപ്പ് ലെവൽ വരെ പോകാൻ തുടങ്ങി. അങ്ങനെ ഭയങ്കര ബിസിയാകാൻ തുടങ്ങി. ഓരോ സ്ഥലത്തും മാർക്കറ്റിംഗ് ബിസിനസ് മീറ്റിങ്ങെല്ലാം ഉണ്ടാവും. അവിടെ എല്ലാം നാം കടന്നു പോകണം. അങ്ങനെ പോകാൻ തുടങ്ങിയപ്പോൾ ആത്മീയ വിഷയങ്ങളെല്ലാം മെല്ലെ സൈഡിലേക്ക് മാറാൻ തുടങ്ങി. കാരണം സമയമില്ല, ഓട്ടം തന്നെ ഓട്ടമാണ്. ഇപ്പോൾ ഇന്നിപ്പോൾ ചെന്നൈയാണെങ്കിൽ നാളെ ഞാൻ തിരുവനന്തപുരത്തും, അത്രത്തോളം ഓട്ടത്തിലായിരുന്നു. അങ്ങനെ 2-3 വർഷം കഴിഞ്ഞപ്പോൾ ആവശ്യത്തിന് പൈസയുണ്ട്, അത് അത്രയും ടോപ്പ് ലെവലിൽ എത്തിക്കഴിഞ്ഞില്ല. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തിരുപ്പൂർ ഒരു ബിസിനസ് മീറ്റിംഗ് കഴിഞ്ഞ് രാത്രിയിൽ ഞാനും കൂട്ടുകാരനും വീട്ടിലടുത്തുള്ള പയ്യന ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തിരുപ്പൂരിൽ നിന്ന് പല്ലടം വഴിയാണ് പൊള്ളാച്ചി ടു ചിറ്റൂർ, പാലക്കാട് അങ്ങനെയാണ് പോകുന്നത്. 50 കിലോമീറ്ററോളം യാത്രയുണ്ട്. അങ്ങനെ പല്ലടം എന്ന സ്ഥലത്തെത്തിയപ്പോൾ ഒരു ലോറി ഞങ്ങളുടെ കാറിലേക്ക് നേരെ വന്നുകയും അപ്പം തന്നെ ഡയറക്റ്റ് അടിയായിരുന്നു. അങ്ങനെ ആക്സിഡൻ്റ് ആവുകയും ചെയ്തു. സത്യം പറഞ്ഞാൽ ആ പല്ലടം തിരുപ്പൂർ റോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിജനമായ സ്ഥലമാണ്. എങ്കിൽ ഈ ആക്സിഡൻ്റ് സ്ഥലത്ത് അവിടുത്തെ ഷോപ്പുണ്ടായിരുന്നു. അവർ രാത്രിയാണ്, ഓടി വന്നു നോക്കിയപ്പോൾ ആൾ പോയി, കാര്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഒരു ഞെരക്കം കേട്ടപ്പോൾ ഒരാൾ കൂടി ഉണ്ട് തോന്നുന്നു പറഞ്ഞ് അവർ ആ കാർ വെട്ടിപ്പൊളിച്ച് എന്നെ പുറത്തേക്ക് എടുത്തു, പോലീസ് സ്റ്റേഷനിലേക്ക് അറിയിച്ചു. അവിടെ നിന്ന് ഒരു ആംബുലൻസ് റെഡിയാക്കി ഉടനെ പൊള്ളാച്ചിയിലേക്ക് കൊണ്ടുപോയി. പൊള്ളാച്ചി അരമണിക്കൂർ എത്തണം, പൊള്ളാച്ചി എത്തണമെങ്കിൽ അരമണിക്കൂറോളം കഴിഞ്ഞു. അവിടെ പറഞ്ഞു അത് പറ്റില്ലെന്ന് പറഞ്ഞു. അവർ കൈയൊഴിഞ്ഞു. അവർ ഡ്രസ്സിങ് ചെയ്തിട്ട് ഉടനെ കോയമ്പത്തൂർ എന്ന സ്ഥലത്തേക്ക്, അവിടെ നിന്നും വീണ്ടും 40 കിലോമീറ്റർ യാത്രയുണ്ട്, കോയമ്പത്തൂരിലേക്ക് പോകാൻ പറഞ്ഞു. കോയമ്പത്തൂർ വലിയൊരു ഹോസ്പിറ്റലുള്ള സ്ഥലം കോയമ്പത്തൂർ. അങ്ങനെ 1.5 മണിക്കൂറോളം ജീവൻ പിടിച്ചു എന്നൊന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ കോയമ്പത്തൂർ ഏറ്റവും വലിയ ഹോസ്പിറ്റലിലെ കുപ്പുസ്വാമി ഹോസ്പിറ്റലിലേക്ക് എത്തി. ഹാർട്ട് സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലാണ്. ആ ഹോസ്പിറ്റലിലെത്തി. അവിടെ എത്തി എനിക്ക് ഹാർട്ട് അറസ്റ്റ് 2 പ്രാവശ്യം അടിച്ചു. അന്ന് ഞാൻ പോകേണ്ട വ്യക്തിയാണ്. 2005 കാര്യം പറയുന്നത്, 2005 മെയ് മാസം 27 കാര്യം ഞാൻ പറയുന്നത്. അന്ന് ഞാൻ ദൈവസന്നിധിയിൽ പ്രവേശിക്കേണ്ട വ്യക്തിയായിരുന്നു. മരണത്തെ മുഖാമുഖം കണ്ട വ്യക്തിയാണ്. എന്തായാലും ആ സമയത്ത് ഡോക്ടർമാരുടെ കയ്യിലായിരുന്നു. അവർ ഉടനെ അവിടെ നിന്ന് സർവ് ചെയ്ത് തന്നെ ഉടനെ പറഞ്ഞു, ഇവിടെയും ഈ കുപ്പസ്വാമി ഹോസ്പിറ്റലിൽ പറ്റില്ല, ഇത് സ്പൈനൽ ഹെഡ് ഇഞ്ചുറിയാണ്. അങ്ങനെ അവർ രാമകൃഷ്ണ ഹോസ്പിറ്റലിലേക്ക് എന്നെ മാറ്റി. അങ്ങനെ ആ വെന്റിലേറ്റർ കിടന്ന് 28 ദിവസം കോമ സ്റ്റേജിൽ കിടന്നു. ഞാൻ ഒരു ബോധമില്ലാത്ത രീതിയിൽ, ആ അനക്കമില്ലാത്ത രീതിയിൽ കോമ സ്റ്റേജിൽ കിടന്നു. 28 ദിവസം കഴിഞ്ഞപ്പോഴാണ് എൻ്റെ കണ്ണ് തുറക്കപ്പെട്ടത്. എല്ലാ ദൈവമക്കളും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എൻ്റെ കുടുംബക്കാരെല്ലാവരും വന്ന് ഡോക്ടറോട് പറഞ്ഞു, ഞങ്ങൾക്ക് വാർഡ് റൂം വേണം, ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞു. അന്നൊക്കെ വളരെ സൗഹൃദമായിരുന്നല്ലോ. കാരണം അന്ന് കാലഘട്ടത്തിൽ അങ്ങനെ ഒരു ആക്സിഡൻറ്റ് കുറവായിരുന്ന സമയമായിരുന്നു.
എല്ലാവരും വന്നു. ആ സമയത്ത് അവരവിടെ ഇരുന്ന് പ്രാർത്ഥന തുടങ്ങി. അതുമാത്രം പിതാവ് വളരെയധികം കർത്താവ് പ്രസിദ്ധനായതുകൊണ്ട് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഞങ്ങളുടെ സമുദായം, പ്രധാന സഭയാണ് ഞങ്ങളുള്ളത്. എല്ലാവരും ആ ന്യൂസ് എത്തുക, എല്ലാ ലോകമെമ്പാടുമുള്ള ദൈവമക്കൾ ഞങ്ങൾക്ക് വേണ്ടി സഭ വ്യത്യാസം കൂടാതെ തന്നെ പ്രാർത്ഥനയിൽ ഇരുന്നു. അതുമാത്രമല്ല, ആ 28 ദിവസം കഴിഞ്ഞ് കോമ സ്റ്റേജ് കഴിഞ്ഞ് കണ്ണ് തുറന്നപ്പോൾ ഞാൻ ICUവിൽ ഇങ്ങനെ കിടക്കുകയാണ്. എനിക്കൊന്നും മനസ്സിലായില്ല എന്തവിടെ കിടക്കുന്നു എന്നുള്ളത്. കൂടെ കുറേ പേര് കിടക്കുന്നുമുണ്ട്. ഇതൊന്നും മനസ്സിലായില്ല. അവസാനം എൻ്റെ ജ്യേഷ്ഠൻ വന്ന് എന്നോട് പറഞ്ഞു, നിനക്ക് ആക്സിഡൻ്റ് ആയെന്ന്. അങ്ങനെ നോക്കുമ്പോൾ എൻ്റെ കൈകൾ പൊങ്ങുന്നില്ല, കാലുകൾ ചലിക്കുന്നില്ല, എന്താ ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ വളരെയധികം ടെറിബിളായ ഒരവസ്ഥ ആയിരുന്നു ICUവിൽ ഞാൻ കിടക്കുമ്പോൾ. അവിടെ കിടന്ന് പല വേദന സഹിക്കേണ്ടതായി വന്നു. ആ സമയത്ത് ദൈവത്തോട് ഞാൻ കരഞ്ഞു, ദൈവമേ, ഒന്നുകിൽ ദൈവം എൻ്റെ അടുത്തേക്ക് വരിക, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് വരാം, എനിക്ക് മതിയായി എന്ന ആ രീതിയിലേക്ക് ഞാൻ മുന്നോട്ട് പോയി. അവസാനം 2 മാസം കഴിഞ്ഞപ്പോൾ ആ ഒരു ICUവിൽ നിന്ന് മെല്ലെ വാർഡിലേക്ക് എന്നെ മാറ്റി. വാർഡിലേക്ക് വന്നപ്പോഴാണ് എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. കാരണം എൻ്റെ സ്വന്തം ബന്ധം എല്ലാവരെയും കാണാം. അതുമാത്രമല്ല, ആ ഹോസ്പിറ്റലിൽ മെഡിക്കൽ കോളേജാണ്, അവിടെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ സഭയിലെല്ലാം, എല്ലാ സഭകളുണ്ടല്ലോ, അവരെല്ലാവരും വന്നു. ഫുൾ ടൈം ആ വാർഡ് സജീവമാക്കി മാറ്റി. അവർ ഗ്യാങ്ങായിട്ട് വരും, അവർ എൻ്റെ കൂടെ ഇരുന്ന് എന്നെ വളരെ സന്തോഷിപ്പിച്ചിട്ട് അവർ പോകുകയുള്ളൂ. വൈകുന്നേരം വരെ ഇത് തുടർന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇതെന്താ ഈ പുള്ളിക്കാരൻ ഇത്ര ആൾക്കാരോട് വരുന്നത്, എന്തൊന്നും മനസ്സിലാകുന്നില്ലല്ലോ, ഇനി അത് പറഞ്ഞാൽ ഇപ്പം തന്നെ ന്യൂമോണിയ കഴിഞ്ഞേ ഉള്ളൂ, ഇനി കൂടുതൽ അസുഖം വന്ന പ്രശ്നങ്ങളാകുന്നൊക്കെ നേഴ്സുമാർ പറഞ്ഞു കേട്ടു. എന്തായാലും അതൊന്നും നോക്കിയില്ല. ചിലർ പറഞ്ഞു, ബിജു എന്താ VIP ആണോ ഇവിടെ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെയൊന്നും നോക്കിയില്ല. എന്തായാലും അവിടെ പല കുഞ്ഞുങ്ങളും എന്നെ സപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നു. അത് മാത്രമല്ല, ദേവദാസന്മാർ പലരും വൈകുന്നേരം വന്ന് എന്നെ കാണാൻ വരുമായിരുന്നു, ഞങ്ങൾ കോയമ്പത്തൂർ സഭയിൽ നിന്നുള്ളവർ. അങ്ങനെ ഇരിക്കുമ്പോൾ ആ ഗ്യാങ്ങിൽ വരുമ്പോൾ ചിലപ്പോൾ ചില ഹിന്ദുക്കളൊക്കെ ഉണ്ടാവും, അവിടെ സുവിശേഷം പറയുമായിരുന്നു അവിടെ. അങ്ങനെ ഒരു ആഘോഷമാക്കി മാറ്റി, വാർഡ് ആഘോഷമാക്കി മാറ്റി. ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു ICUന്ന് കിടന്ന് അവിടെ നിന്ന് വാർഡ് എന്നെ ആഘോഷമാക്കി മാറ്റി. അവിടെ നിന്ന് ഞാൻ മെല്ലെ എൻ്റെ കൈകൾ പൊങ്ങാൻ തുടങ്ങി, കാലിൽ ചലിക്കാൻ തുടങ്ങി, ഞാൻ മെല്ലെ ചരിയാൻ തുടങ്ങി. ജീവശോഭമായി കിടന്ന വ്യക്തിയാണ് ഞാൻ, ഓർക്കണം. അങ്ങനെ കാലുകൾ ചലിക്കാൻ തുടങ്ങി, മെല്ലെ ഇമ്പ്രൂവ് ആകാൻ തുടങ്ങി അവിടെ വെച്ച്. അതിനുശേഷം ഞാൻ മെല്ലെ ബാക്കോട്ട് ചരിഞ്ഞിരിക്കാൻ തുടങ്ങി, ചെറുതായിട്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ നിൽക്കുന്ന സമയത്ത് ഡോക്ടർ കയറി വരികയാണ്. കണ്ടതും പറഞ്ഞു, ഡോക്ടർ കണ്ട് ആകെ അന്തമിട്ട് എന്നെ നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങളുടെ പ്രാർത്ഥനയാണ്, ഞങ്ങൾക്കൊന്നും പറയാനില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ അവിടെ നിന്ന് പോയി. അവിടെ നിന്നും എന്നെ കുറച്ചും കൂടി ഇമ്പ്രൂവ് ആയപ്പോൾ നാട്ടിലുള്ള അടുത്തുള്ള കരുണ മെഡിക്കൽ കോളേജിൽ എന്നെ അഡ്മിറ്റ് ചെയ്തു. അവിടെ എനിക്ക് ഫിസിയോതെറാപ്പി എനിക്ക് തന്നത്. ഞാൻ അങ്ങനെ എങ്ങനെ നടക്കണം, എങ്ങനെ ഇരിക്കണം, എങ്ങനെ കിടക്കണം, എങ്ങനെ എഴുന്നേൽക്കണം, എങ്ങനെ ഫീഡ് ചെയ്യണം, ഇതെല്ലാം അവരെനിക്ക് ട്രെയിൻ ചെയ്യിപ്പിച്ച് തന്നു. നല്ല സ്റ്റെപ്പ് കയറാൻ അടക്കം ട്രെയിൻ ചെയ്യിപ്പിച്ചു. ഒത്തിരി ഇമ്പ്രൂവ് ആയി അവിടെ വെച്ച്. അതിനുശേഷം എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നു. എല്ലാവർക്കും സന്തോഷം, പക്ഷേ എനിക്ക് മാത്രം സന്തോഷമില്ല. കാരണം ഞാൻ ദൈവത്തോട് പറഞ്ഞു, ഞാൻ എന്ത് പാപം ചെയ്തിട്ടാണ് എന്നെ ഈ ലെവലിലാക്കിയത്, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ്. ഞാൻ ദൈവത്തെ ചോദ്യം ചെയ്തു, ഞാൻ ദൈവത്തെ കുറ്റം വിധിച്ചു, പിറുപിറുത്തു. അങ്ങനെ ഞാൻ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് സഹായിക്കാൻ ഒരു പയ്യൻ വെച്ചിട്ടുണ്ട് അവിടെ, ഒരു ഹോം നേഴ്സിനെ. ഒരു ദിവസം ഞങ്ങൾ മെല്ലെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ നടക്കാൻ തുടങ്ങി. ഞാൻ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി. പുറത്തേക്ക് പറഞ്ഞ് ഞാൻ വീടിൻ്റെ പരിസരത്തൊക്കെ നടക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് മെല്ലെ പിടിച്ച് നടക്കുന്നത്. അതിനുശേഷം ആ വീടിൻ്റെ ഫ്രണ്ട് റോഡിലേക്ക് നടക്കാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു ദിവസം അതിരാവിലെ ഒരു 6 മണിയാവും, അതിരാവിലെ 5 മണി 5:30 ആ സമയത്ത് ഞാൻ ഈ പയ്യനും കൂടെ റോഡിലേക്ക് നടന്നു പോയപ്പോൾ റോഡിൻ്റെ സൈഡിൽ ഒരു ചായക്കടയുണ്ട്. അവിടെ ഒത്തിരി പേര് ചാടിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അവർ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഭയങ്കര സംസാരവും ബഹളവും. കാരണം എന്നാൽ 2 ദിവസം മുമ്പ് അവിടെ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ച് കുറേ പേര് മരിച്ചിട്ടുണ്ടായിരുന്നു. ആ വിഷയം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരുത്തൻ പറഞ്ഞു, അതിൽ ബിജു നടക്കാൻ തുടങ്ങിയിട്ട് പറഞ്ഞു. അപ്പോൾ വേറൊരുത്തൻ പറഞ്ഞു, ഞാൻ അവൻ്റെ വണ്ടി കണ്ടതാണ്, ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അവനിങ്ങനെ വരുന്നു. വേറൊരുത്തൻ പറഞ്ഞു, അവൻ്റെ ബോഡി വരുവാൻ ഞാൻ കാത്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ കടത്തെ ഓണർ പറഞ്ഞു, ഒരച്ഛൻ്റെ പ്രാർത്ഥനയാണ്, അവരുടെ ദൈവത്തിന് ശക്തിയുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടതും എൻ്റെ ഹൃദയം തകർന്നുപോയി. ഞാൻ മെല്ലെ വീട്ടിലേക്ക് എനിക്ക് പോകണം പറഞ്ഞ് പോയി. ഞാൻ ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു, ദൈവമേ, നീ ഒരിക്കലും ഞാൻ ദൈവം ചോദ്യം ചെയ്യില്ല, ഈ വിഷയത്തിൽ ഞാൻ ഇനി ഒരിക്കലും ദൈവത്തോട് ഇങ്ങനെ പിറുപിറുക്കില്ല, ചോദ്യം ചെയ്യില്ല. എനിക്ക് എല്ലാം മനസ്സിലായി. ആ ഹിന്ദുക്കളുടെ വായിൽ തന്നെ ഇങ്ങനെ പറയിപ്പിച്ചല്ലോ നമ്മുടെ ദൈവത്തിന് ശക്തിയുണ്ടെന്ന്, അത് മതി, അത് കേട്ടാൽ മതി എന്ന് പറഞ്ഞു. പിന്നീട് പലരും എന്നെ കാണുമ്പോൾ, അയ്യോ ബിജു ഇങ്ങനെ ആയല്ലോ, ഈ അവസ്ഥയായല്ലോ,
പലരും എന്നോട് ചോദിക്കും. ഞാൻ പറയും എനിക്ക് കുഴപ്പമില്ല, പിന്നെ നിങ്ങൾക്ക് എന്താ കുഴപ്പം ചോദിച്ചു. അങ്ങനെ ഞാൻ അവിടുന്ന് ഇമ്പ്രൂവായി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ദൈവം എനിക്കെല്ലാം തിരിച്ചു തന്നു. അവർ പറഞ്ഞു അവൻ നടക്കില്ല എന്ന് പറഞ്ഞു, അവൻ ഇരിക്കില്ല എന്ന് പറഞ്ഞു, നിൽക്കില്ല എന്ന് പറഞ്ഞു. അത് മാത്രമല്ല അവൻ്റെ ഈ കണ്ണ് പോകുമെന്ന് പറഞ്ഞു. അത് മാത്രമല്ല ഹെഡ് ഇഞ്ചുറി ആയത് കാരണം അവന് സുബോധമുണ്ടാവില്ലെന്ന് പറഞ്ഞു. എല്ലാം ഡോക്ടർമാർ പറഞ്ഞാണ്. അതെല്ലാം ദൈവം എനിക്ക് തിരിച്ചു തന്നു ഓർക്കണം. അവൻ ഒന്നും നമ്മളെ എല്ലാ നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കുന്നു പറഞ്ഞ പോലെയാണ്. കാരണം അതുമാത്രമല്ല എനിക്ക് ദൈവം ആരോഗ്യം തന്നു, കുടുംബം തന്നു, മക്കളെ തന്നു, സമ്പത്ത് തന്നു, എല്ലാം തന്നു. ഒന്നും ദൈവം എനിക്ക് കുറവ് എത്തിയിട്ടില്ല. ഒരു കുറവ് ഇതുവരെ പറയാനില്ല. ഞാൻ പറയാം എൻ്റെ ജീവിതം പൂർണ്ണമാണ്. ഞാൻ വളരെ സന്തോഷവാനാണ്. ഇപ്പോൾ ദൈവം വിളിക്കണം, ഞാൻ പോകാൻ തയ്യാറാണെന്ന് ഞാൻ പറയുകയുണ്ടായി. അത്രത്തോളം ഞാൻ സന്തോഷവാനാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ അമേരിക്കയിലേക്ക് വരുന്ന കാര്യത്തെക്കുറിച്ച് ഷിനോട് ചോദിച്ചു, ഷിനു നമുക്കിവിടെ എല്ലാ സൗകര്യങ്ങളുണ്ട്, ഇനി അങ്ങോട്ട് പോകേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ 5 വർഷങ്ങളോളം പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, ആഗ്രഹിക്കുന്ന കാര്യമാണെന്ന് പറഞ്ഞു. പിള്ളേർക്ക് അവർക്കും താല്പര്യം അതാണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങളിവിടെ വന്നത്. എന്തായാലും ഇവിടെ വന്നത് ഞാൻ വരുന്നില്ല, എനിക്കൊരു പുതിയ ദേശത്തേക്ക് വന്ന് നിൽക്കുവാൻ എനിക്ക് പ്രയാസമാണ്, ബുദ്ധിമുട്ടാണ് പറഞ്ഞത്. സാരമില്ല, തൽക്കാലം വന്ന് പിന്നെ നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ വന്ന സന്തോഷമാണ്. എന്താ കാരണം എനിക്ക് പാസ്റ്ററെ പരിചയപ്പെടാൻ സാധിച്ചു, എബിനെ പരിചയപ്പെടാൻ സാധിച്ചു. ഞങ്ങളൊന്നും അറിഞ്ഞില്ല. എല്ലാം അവർ പാസ്റ്റർ കുടുംബവും എബിയും കൂടെ ചേർന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തെടുത്ത്. ഇങ്ങനെ ചാറ്റ് പ്രവർത്തനം ചെയ്യുന്ന ആൾക്കാർ ഞാൻ ആദ്യമായിട്ട് കാണാം, സത്യം പറയാം. ഇങ്ങനെയൊരു ദേവദാസൻ ഞാനിങ്ങനെ കണ്ടില്ല. എത്രത്തോളം എന്ത് വേണോ അപ്പോൾ ഓടിയെത്തുന്ന ഒരു ദേവദാസൻ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. എന്തെങ്കിലും സഭയാണെങ്കിലും എല്ലാവരും വളരെ സിമ്പിളാണ്. ഞാൻ ചോദിച്ചു, ഇപ്പോൾ അമേരിക്കയിൽ വലിയ പത്രാസൊക്കെ വലിയ സ്റ്റൈലും കോട്ടും സൂട്ടും ഒക്കെ ഇട്ടിട്ടായിരിക്കും ആൾക്കാർ ഇരിക്കുന്നത്. ഇവിടെ വന്നപ്പോൾ നമ്മളെക്കാളും നമ്മൾ പിന്നെ വേണ്ടില്ലെന്ന് അത്രത്തോളം സിമ്പിൾ. അത് മാത്രമല്ല ഓണസ്റ്റ്. അത് മാത്രമല്ല നിങ്ങളുടെ മറ്റേ സഹോദര പ്രീതി ആണ് പൗലോസ് പറയുന്നത്. സഹോദര പ്രീതി നിലനിൽക്കണമെന്നുള്ള സഭയുടെ ഏറ്റവും വലിയ ശക്തി സഹോദര പ്രീതിയാണ്. അത് നിലനിൽക്കണമെന്നത്. ഹോസ്പിറ്റാലിറ്റി നിങ്ങളെ സന്തോഷമാണ്. ഞങ്ങളോട് പ്രത്യേകം പ്രാർത്ഥിക്കുക. തുടർന്നും ഞങ്ങളുടെ ആയിരിക്കുന്നു. തുടർന്നും അത് കുറച്ച് പ്രാർത്ഥന 2 പാട്ടുകൾ പാടുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. ഇത്ര അവസരം തന്നതിന് സഭയോടും പാസ്റ്ററോടും കുടുംബത്തോടും എല്ലാവരോടും നന്ദി പറയുന്നു. ഇത് മുഖത്തുകൂടാറാകട്ടെ. തൻ്റെ പിതാവ് രചിച്ച മറ്റൊരു ഗാനമാണ് നിന്നിഷ്ടം ദേവ ആയിടട്ടെ. ഞാനോ മൺപാത്രം നിൻ കരത്തിൽ, നിൻ പാദത്തിൽ ഞാൻ കാത്തിരിക്കും, നിന്നിഷ്ടം പോൽ നീ മാറ്റുകന്നെ. തൻ്റെ അനുഭവത്തിൽ നിന്ന് നാം കേട്ടല്ലോ, കർത്താവിൻ്റെ ഹിതം എന്തോ അത് നിറവേറുവാൻ അവരാഗ്രഹിച്ചിരുന്നു. ദൈവം തന്നെ ആയുസ്സോടെ ആരോഗ്യത്തോടെ ഈ ദേശത്തും ആക്കിയിരിക്കുന്നത് ഓർത്ത് കരങ്ങൾ ഉയർത്തിയൊന്ന് കർത്താവിന് മഹത്വം കരയേറ്റുവാൻ കഴിയുമോ? ഹല്ലേലൂയ. ഈ ഗാനത്തിൻ്റെ വരികൾ ചേർന്ന് പാടാം. നിന്നിഷ്ടം ദേവാ ആയിടട്ടെ, ഞാനോ മൺപാത്രം നിൻ കരത്തിൽ, നിൻ പാദത്തിൽ ഞാൻ കാത്തിരിക്കും, നിന്നിഷ്ടം പോൽ നീ മാറ്റുകന്നെ.
നിൻ പാദത്തിൽ ഞാൻ കാത്തിരിക്കും. നിന്നിഷ്ടം പോൽ നീ മാറ്റുകന്നേ. ചില പാട്ട് കൂടെ പാടി നമ്മുടെ കർത്താവിനെ ആരാധിക്കാൻ പോകുകയാണ്. അപ്പോൾ തന്നെ നമ്മൾ ഇന്ന് രാത്രി അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾ കേൾക്കുകയായിരുന്നു. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണെന്ന് ഒന്നുകൂടെ കേൾക്കാനായിട്ട് പറ്റി. മെഡിക്കൽ സയൻസ് പറഞ്ഞു ഇനി എഴുന്നേൽക്കില്ല, ഇനി കണ്ണ് വർക്ക് ചെയ്യത്തില്ല, നടക്കില്ല. പക്ഷേ പ്രാർത്ഥനയുടെ ഫലം നമ്മുടെ മുമ്പിൽ ഒരു മനുഷ്യൻ നടക്കുകയാണ്. എത്ര പേർക്ക് ഇന്ന് രാത്രി ആ യേശുവിന് വിശ്വാസമുണ്ട്? ചിലപ്പോൾ നാളെ ഈ സാക്ഷ്യമോ ഈ പാട്ടൊക്കെ ഞങ്ങളുടെ സോഷ്യൽ മീഡിയകളിൽ കേൾക്കാനായി സാധ്യതയുള്ള പ്രിയപ്പെട്ടവരുണ്ട്. നിങ്ങളോട് ഞങ്ങൾ പറയാം, യേശു പ്രാർത്ഥനകൾക്ക് ദൈവമാണ്, യേശു അത്ഭുതങ്ങളുടെ ദൈവമാണ്, യേശു ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. ഒരു മനുഷ്യൻ സങ്കടത്തോടെ അപ്പാ എന്ന് വിളിക്കുമ്പോൾ അവനിരിക്കുന്ന റൂമിലേക്ക്, ബെഡിലേക്ക് ഇറങ്ങി വന്ന് അവനെ സഹായിപ്പാൻ കഴിവുള്ള ഒരു ജീവനുള്ള ദൈവത്തെയാണ് ഞങ്ങൾ ഇന്ന് രാത്രി സ്തോത്രം പറഞ്ഞ് ആരാധിക്കുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിൽ ഉൽപ്പത്തിയുടെ പുസ്തകം എന്ന പുസ്തകത്തിൽ യാക്കോബിൻ്റെ മകൻ ജോസഫിനെ കുറിച്ചൊരു ഭാഗമുണ്ട്. 105 സങ്കീർത്തനം ജോസഫിനെ കുറിച്ച് പറയുന്നൊരു ഭാഗം ഇങ്ങനെയാണ്: അവർക്ക് മുമ്പായി അവൻ ഒരാളെ അയച്ചു, ജോസഫിനെ അവർ ദാസനായി വിറ്റുവല്ലോ. 105 സംഘത്തിലെ വാക്യമാണ്. അന്നത്തെ ലോകം പറഞ്ഞത് സഹോദരന്മാർ ജോസഫിനെ എന്ത് ചെയ്തു? വിറ്റു. ഇനി ജോസഫിൻ്റെ വേർഷൻ ആരെങ്കിലും വേദപുസ്തകം ഉണ്ടെങ്കിൽ ഉൽപ്പത്തി 40 അധ്യായത്തിൽ അതിൻ്റെ 15 വാക്യം ജോസഫ് പറയുന്നൊരു ഭാഗമുണ്ട്. ഇന്നത്തെ നാട്ടുകാർ പറഞ്ഞത്, സഹോദരങ്ങൾ പറഞ്ഞത് എന്താണ്? സഹോദരൻ ജോസഫിനെ വിറ്റുവെന്ന്. എന്നാൽ ജോസഫിൻ്റെ വേർഷൻ, ജോസഫ് എന്താ പറയുന്നറിയാമോ? ഒരിക്കൽ പറഞ്ഞ ഇങ്ങനെയാണ്, 40:15 എന്താ വായിക്കുന്നേ? കട്ടുകൊണ്ടുപോയെന്ന, എബ്രായ ദേശത്തു നിന്ന് എന്നെ കട്ടുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നതെന്നാണ് ജോസഫിൻ്റെ വേർഷൻ. ഹലോ, കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ജോസഫ് പ്രിസണിൽ കിടക്കുമ്പോൾ, ജോസഫ് കഷ്ടത്തിലൂടെ പോകുമ്പോൾ ജോസഫിൻ്റെ വേർഷൻ എന്താ? എന്നെ കട്ടുകൊണ്ട് പോരുന്നെന്ന. എന്നാൽ അന്നത്തെ ആൾക്കാർ പറയുന്നത്, അല്ലെങ്കിൽ സത്യം, ജോസഫിനെ വിറ്റതാണ് സഹോദരന്മാർ. പക്ഷെ ദൈവത്തിൻ്റെ വേർഷൻ എന്താ ദൈവം പറഞ്ഞത്? ഗാഡ് സെൻഡ് ഹിം, ദൈവം അവനെ അയച്ചുവെന്ന്. അപ്പോ ലോകത്തിനൊരു വേർഷൻ നമ്മളെ കുറിച്ച് പറയാനുണ്ട്. ഈവൻ നമ്മൾ കഷ്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് തന്നെ പറയാൻ ഒരു വേർഷൻ ഉണ്ട്. എന്നാൽ ദൈവത്തിന് നമ്മുടെ ജീവിതത്തെ എല്ലാ സംഭവങ്ങൾക്കും പിന്നിൽ ഒരു വ്യാഖ്യാനമുണ്ട്, ഒരു വ്യാഖ്യാനമുണ്ടെന്നേ. ഇന്ന് രാത്രിയിൽ ഈ പാട്ടുകൾ, ഈ വാക്യങ്ങൾ, സന്ദേശങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട് പറയാം, നിങ്ങളുടെ ജീവിതത്തിൻ്റെ നടക്കുന്ന എല്ലാ കാര്യത്തിൻ്റെ പിന്നിൽ ദൈവത്തെ ഉദ്ദേശമുണ്ട്. അതിങ്ങനെയാ വചനം പറയുന്നത്: ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, ചേർന്ന് പറയുമോ? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കാക്കി കൂടി വ്യാപരിക്കുന്നു. എത്ര പേര് എന്നെ കൂടെ വിശ്വസിക്കുന്നുണ്ട്? നമ്മുടെ ജീവിതത്തിൽ എല്ലാ പ്രശ്നങ്ങളെ നന്മയ്ക്കാക്കി മാറ്റാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ കരങ്ങളിലേക്കൊന്ന് സമർപ്പിച്ചു കൊടുത്താൽ മതി. ഈ പ്രിയ പിതാവ് എഴുതിയ ഗാനത്തിന്റെ വരികളാ പ്രിയ കുഞ്ഞുങ്ങൾ പാടിക്കൊണ്ടിരുന്നത്. അതിന്റെ ഗാനങ്ങളുടെ വരി ഇങ്ങനെ: നിന്നിഷ്ടം ദേവാ ആയിരട്ടെ. അതിനകത്ത് ഇംഗ്ലീഷ് വേർഷൻ നമ്മളിപ്പോഴും പാടുന്നില്ലേ? മോൾഡ് മീ ആൻഡ് മേക്ക് മീ. കർത്താവേ, അങ്ങയുടെ കരത്തിൽ ഒരു ആയുധമായി, പാത്രമായി എന്നെ ഒന്ന് പണിയണമേ. ഏതെങ്കിലും പ്രശ്നം കൂടെ കടന്നു പോകുന്നവർ ഞങ്ങളെ വാക്കുകൾ കേൾക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾ ഇരിപ്പുണ്ടെങ്കിൽ, നിങ്ങളുടെ മുമ്പിൽ കർത്താവിൻ്റെ വചനത്തിന് ഞങ്ങൾ പറയുന്നു, കർത്താവിന് മുമ്പിലേക്കൊന്ന് സമർപ്പിച്ചു കൊടുത്തേ. കർത്താവേ, എന്നെ നിൻ്റെ ഇഷ്ടം പോലെ എന്നെ മെനയണമേ, നിൻ്റെ കരത്തിലേക്ക് എന്നെ സമർപ്പിക്കുന്നു. അങ്ങനെ പറഞ്ഞ് സമർപ്പിക്കാൻ കഴിയുന്നവർ എൻ്റെ കൂടെ ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ട് ഈ ഗാനത്തിൻ്റെ വരികൾ ഒന്നും കൂടെ പാടാൻ പോവുകയാണ്. ഇനിയും 1-2 ഗാനം കൂടെ പാടി നമ്മുടെ കർത്താവിനെ സ്തുതിക്കാൻ പോകുകയാണ്. അടുത്ത ഗാനം പാടാൻ പോകുന്നത് ഇതാണ്: എനിക്കൊത്താശ വരും പർവ്വതം. അത് ചേർന്ന് പാടി കർത്താവിനെ സ്തുതിക്കാൻ പോകുകയാണ്. അതിനു മുമ്പ് ഒരു ദൈവസ്ഥാനത്തിലേക്ക് ഒന്ന് സമർപ്പിച്ചു. കർത്താവേ, എന്നെ ഒന്ന് സമർപ്പിക്കുന്നു. കർത്താവേ, എന്നെ ഒന്ന് സമർപ്പിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ. നിന്നിഷ്ടം ദേവാ ആയിടട്ടെ, ഞാനോ മൺപാത്രം
പോലെ ആകണമേ. എന്നിഷ്ടരെന്നെ തള്ളിയാലും ഞാൻ കൈവിടില്ല എന്ന് ചൊന്നാൽ നാഥാ നിൻ വാക്കൻ ആശ്വാസമേ. നിന്നിഷ്ടം പോലെ യേശുവോട് പറഞ്ഞ കർത്താവേ, ആകണമേ. നിത്യവും ഞാൻ നിൻ ദാസൻ തന്നെ. എന്നുള്ളിൽ വാഴും ശുദ്ധാത്മാവാ എന്നു നിറഞ്ഞു ശോഭിപ്പാൻ ഞാൻ. Have thine own way, Lord. Have thine own way. Thou art the potter, I am the clay. Mold me and make me after thy word, while I am waiting, eager and sure. Have thine own way, Lord. Have thine own way. Search me and try me, Master, today. Whiter than snow, wash me just now, as in thy presence humbly I കരമുയർത്തി bow. പറഞ്ഞ നിന്നിഷ്ടം ദേവാ. നിന്നിഷ്ടം ദേവാ ആയിടട്ടെ. എല്ലാ കരങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച്, എല്ലാ കരങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച്. ഞാനോ മൺപാത്രം നിൻ കരത്തിൽ, നിൻ പാദത്തിൽ ഞാൻ താണിരിക്കും.